സർ, കാശ്മീരിന് പുറമെ പാകിസ്ഥാൻ ഇപ്പോൾ സിർക്രീക്ക് കൂടി ഒരു തർക്കഭൂമിയാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ശരിക്കും ഇതിന് പിന്നിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ്? അല്ല, അത് പറയും മുമ്പ് നമുക്ക് ആലോചിക്കേണ്ടത് സിർക്രീക്ക് ഇപ്പോൾ തർക്കഭൂമിയാക്കാൻ ശ്രമിക്കുകയല്ല, തർക്കഭൂമിയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബേൻഗംഗ എന്നാണ് പണ്ട് സിർക്രീക്ക് അറിയപ്പെട്ടിരുന്നത്. ഈ ബേൻഗംഗ ബ്രിട്ടീഷുകാരാണ് സിർക്രീക്ക് എന്ന് പേര് വിളിച്ചത്. സിർക്രീക്ക് എന്ന് പറഞ്ഞാൽ ഉൾക്കടൽ അല്ലെങ്കിൽ അരുവി എന്നൊക്കെ പറയാം. ഇതൊരു ചതുപ്പ് പ്രദേശമാണ്. നമ്മുടെ ഗുജറാത്തിനും പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയ്ക്കും ഇടയ്ക്കുള്ള 90 കിലോമീറ്റർ വിസ്തൃതിയിൽ പോകുന്ന 96 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു മാർഷി ലാൻഡ് എന്ന് പറയാം. പക്ഷേ അതിനകത്ത് അരുവികളുണ്ട്. ഒരു നരേരി എന്ന് പറഞ്ഞ ഒരു തടാകത്തിലെ ജലമാണ് വന്ന് അവിടെ ചേരുന്നത്. അങ്ങനെ വളരെ സജീവം ഈ ചതുപ്പ് പ്രദേശമാണെങ്കിൽ പോലും നീരൊഴുക്കും മത്സ്യബന്ധനവും ഒക്കെ നടക്കുന്ന നേരെ അറബിക്കടലിൽ ചെന്ന് ചേരുന്ന ഒരു അഴിമുഖം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ നദി എന്ന് വേണമെങ്കിൽ പറയാം, ക്രീക്ക് എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തർക്ക വിഷയമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു സംഘർഷഭൂമി കൂടിയാണ്. കാരണം 1999 ഓഗസ്റ്റ് 10 എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ആയിട്ടില്ല. ഇപ്പോൾ 99 കഴിഞ്ഞിട്ട് ഇപ്പോൾ 26 വർഷമാകുന്നു. 26 വർഷം മുമ്പ് ഓഗസ്റ്റ് 10 ഈ കച്ചിലെ ഈ സിർക്രീക്കിൻ്റെ മേഖലയിൽ ഒരു പാകിസ്ഥാൻ്റെ ചാരവിമാനം പറന്നു വന്നു. ബ്രഗറ്റ് അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഒരു അറ്റ്ലാന്റിക് സംഭവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ചാരവിമാനം പറന്നു വന്നപ്പോൾ നമ്മൾ ഇന്ത്യ പറഞ്ഞു തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടു. അവർ തിരിച്ചു പോയില്ല. നമ്മൾ എന്ത് ചെയ്തു? വെടിവെച്ചിട്ടു. 16 പാകിസ്ഥാൻ്റെ നേവി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നമ്മൾ MiG-21 വിമാനം ഉപയോഗിച്ചിട്ടാണ് ഫയർ ചെയ്തത്. നമ്മൾ എയർ ഡിഫൻസ് അല്ല, ശരിക്കും നമ്മുടെ വിമാനം പോയി പാകിസ്ഥാൻ്റെ ഈ വിമാനത്തെ വെടിവെച്ചിട്ടു. 16 പേർ കൊല്ലപ്പെട്ടു, 16 പാകിസ്ഥാനികൾ. അപ്പോൾ ഒരു സംഘർഷം അല്ലെങ്കിൽ യുദ്ധമൊക്കെ ഈ സിർക്രീക്കിൻ്റെ പോലെ യുദ്ധസമാനമായ അന്തരീക്ഷം സിർക്രീക്കിൻ്റെ മേലെ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പാകിസ്ഥാൻ്റെ ഒരു മറീൻ യൂണിറ്റ് അവിടെ ആരംഭിച്ചു. അതിനുശേഷം പാകിസ്ഥാൻ വലിയ സന്നാഹങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ 2019 പാകിസ്ഥാൻ്റെ സൈനിക വിന്യാസം വളരെ ശക്തമായി. പാകിസ്ഥാൻ സുജാവൽ ആസ്ഥാനമാക്കിയിട്ട് 31 ക്രീക്ക് ബറ്റാലിയൻ, പിന്നെ 32 ക്രീക്ക് ബറ്റാലിയൻ, പിന്നെ 2 ബറ്റാലിയൻ പോലും സിർക്രീക്കിന് വേണ്ടി ഈ സിന്ധു മേഖലയിൽ റാൻ ഓഫ് കച്ചിന് അപ്പുറത്ത് സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം നമ്മൾ പറഞ്ഞ ഈ അറ്റ്ലാന്റിക് സംഭവത്തിന് ശേഷം നമ്മുടെ മിഗ് വിമാനത്തെ വെടിവെച്ചിടാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുകയും പതിപോലെ ആ മിസൈൽ പാകിസ്ഥാൻ്റെ മൂട്ടിൽ തന്നെ വീഴുകയും ചെയ്തിരുന്നു. അതങ്ങനെയാണല്ലോ, അവർ മിസൈൽ വിക്ഷേപിക്കും, മിക്കവാറും തിരിച്ചു വന്ന് അവരുടെ മണ്ണിൽ തന്നെ വീഴും. അതുപോലെ ആ മിസൈലും പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സിർക്രീക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഒരു യുദ്ധത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും നടന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഈ അറ്റ്ലാന്റിക് സംഭവം പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, നേരത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഈ ക്രീക്കിൻ്റെ പേരിലുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. അന്ന് അവിടുത്തെ കച്ചിലെ രാജാവായിരുന്ന റാവു മഹാരാജാവ് ഒരു കരാർ ഒപ്പിട്ടു. ഈ ക്രീക്കിനെ സംബന്ധിച്ച് അവിടുത്തെ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ നിൽക്കുമ്പോൾ ഇത് സിന്ധു പ്രവിശ്യയുടെ ഭാഗമാണ് എന്ന് റാവു മഹാരാജാവിൻ്റെ ഒരു കരാറിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് ഈ സിർക്രീക്ക്, ഇപ്പോൾ പാകിസ്ഥാനിലാണ്, അത് സിന്ധിൻ്റെ ഭാഗമാണ്. സിർക്രീക്ക് എന്നുള്ള കരാറുള്ളതുകൊണ്ട്, റാവു മഹാരാജാവ് കച്ചിലെ രാജാവ് ഒപ്പിട്ട കരാറുള്ളതുകൊണ്ട് ഞങ്ങളുടേതാണെന്നാണ് പാകിസ്ഥാൻ്റെ വാദം. പക്ഷേ ഇത് വളരെ പ്രാമുഖ്യത്തോടെ അവർ ഉയർത്തിപ്പിടിക്കുന്നില്ല. കാരണം അവർക്ക് കാശ്മീരാണല്ലോ കത്തിച്ചു നിർത്തേണ്ടത്. എന്നാൽ പോലും കച്ചിലുള്ള ഈ സിർക്രീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുജറാത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കയറാൻ പറ്റുന്ന ഒരു സംവിധാനം എന്ന തരത്തിലാണ് ഇവർ സിർക്രീക്കിനെ കാണുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ വേണ്ടി വന്നൊരു ആക്രമണം ഉണ്ടായാൽ കടന്നു വരാം. പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാന കാരണം സിർക്രീക്കിലൂടെ മത്സ്യബന്ധനം നടക്കുന്നുണ്ട്, നേരെ അറബിക്കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാം. പക്ഷേ ഈ സാധാരണ ഈ മാർഷി ലാൻഡായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പൊതുവിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വലിയ തോതിൽ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം, പെട്രോളിയം, എണ്ണ ശേഖരമൊക്കെ ഇവിടുത്തെ സീബെഡിൽ, കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ട് എന്ന് പ്രാഥമികമായ ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓർക്കുന്നില്ലേ, ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ മുനീറും ഷഹബാസ് ഷെരീഫും കൂടെ ചെന്നപ്പോൾ അവരുടെ കയ്യിൽ 18 ഇഞ്ച് നീളവും 18 ഇഞ്ച് വീതിയുമുള്ള ഒരു വൽവറ്റ് കൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഇൽമനൈറ്റ്, സിറിഡിയം തുടങ്ങിയുള്ള തോറിയം ഉൾപ്പെടെയുള്ള അവരുടെ വിലപിടിപ്പുള്ള ധാതു സമ്പത്തിൻ്റെ സാമ്പിൾസ് ട്രംപിനെ കാണിച്ചു കൊടുക്കുക. ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളത് പ്രധാനമായും ബലൂജ് മേഖലയിലാണ്. അതുകൊണ്ട് ചൈന ഞങ്ങളെ ഇട്ടിട്ട് പോയി.
ഇനി ഞങ്ങളെ സഹായിച്ചാൽ ട്രംപ് മുതലാളി ഇതെല്ലാം അങ്ങേക്കുള്ളതാണെന്ന് കാണിക്കുന്ന പോലെ, കച്ചവടക്കാരെ പോലെ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് ഒരു പെട്ടിയിലാക്കി ഒരു കാഴ്ചദ്രവ്യം പോലെ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് കൊടുക്കുന്ന അപഹാസ്യമായൊരു കാഴ്ച നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഈ സിർക്ക് ക്രീക്ക് കൂടെ കിട്ടിയാൽ അതിൻ്റെ സീ ബെഡിലുള്ള അല്ലെങ്കിൽ ഈ അരുവിയുടെ അടിത്തട്ടിലുള്ള നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം അടക്കമുള്ള വലിയ ധാതു സമ്പത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഒരു ലക്ഷ്യമായിരിക്കാം. ഭാവിയിൽ അത് അമേരിക്കയ്ക്ക് കൈമാറുകയും ചെയ്യാം. അങ്ങനെയൊക്കെ പാകിസ്ഥാൻ കണക്കുകൂടുന്നുണ്ടായിരിക്കാം. ഏതായാലും ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ചെന്നിട്ട് ഇതിൻ്റെ സിർക്ക് ക്രീക്കുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ 3 ബറ്റാലിയനുകൾ 31, 32, 33 അടക്കമുള്ള ബറ്റാലിയനുകൾ സജ്ജമാക്കി നിർത്തിയിരുന്ന പാകിസ്ഥാൻ അവിടെ വലിയ തോതിൽ സൈനിക സന്നാഹം ഉണ്ടാക്കുന്നു. അപ്പോൾ കാശ്മീർ മാത്രമല്ല, ഗുജറാത്തിനോട് ചേർന്ന് അടുത്തൊരു വാർ ഫ്രണ്ട് തുറക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ലക്ഷ്യമാണോ എന്ന് സംശയിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ കച്ചിൽ വന്നിട്ട് സിർക്ക് ക്രീക്കുമായി ബന്ധപ്പെട്ട് പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പാകിസ്ഥാൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഞങ്ങളങ്ങ് മാറ്റും. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ പണ്ട് ഈ ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്നും ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് എഴുതേണ്ടി വരും. പിന്നെ ഡെമോഗ്രാഫി മാത്രമല്ല, ജിയോഗ്രാഫിയിലുണ്ടാകുന്ന മാറ്റം, അതായത് ഈ ഭൂപടം മാറ്റി എഴുതേണ്ടി വരും. പാകിസ്ഥാൻ പിന്നെ ഭൂമിയിൽ ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞത്. 65 നമ്മൾ കറാച്ചി വരെ എത്തി. കറാച്ചി വരെ നമ്മൾ എത്തിയെങ്കിൽ ഇനി സിർക്ക് ക്രീക്ക് വഴി വളരെ എളുപ്പമാണ് കറാച്ചിക്ക് വരാൻ എന്നുകൂടി രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് കൊടുത്തു. ഏതായാലും സിർക്ക് ക്രീക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയൊരു സംഘർഷ ഭൂമിയായി ഉയർത്തിക്കൊണ്ടുവരാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഈ വാദം ഉന്നയിച്ചുകൊണ്ട് സിർക്ക് ക്രീക്ക് ഞങ്ങളുടെയാണ്, റാൻ ഓഫ് കച്ച് മേഖല ഞങ്ങൾക്ക് വേണം എന്ന ആവശ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രിബ്യൂണലിൽ പോയിരുന്നു. ട്രിബ്യൂണൽ ഇതെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ രേഖകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ സിർക്ക് ക്രീക്കിൻ്റെ 90% ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. 10% മാത്രമാണ് പാകിസ്ഥാന് അവകാശപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സിർക്ക് ക്രീക്കിൻ്റെ നടുക്ക് ഇൻ്റർനാഷണൽ ട്രിബ്യൂണലിൻ്റെ വിധിയുടെ ആധാരമാക്കി നമ്മൾ ചില അതിർത്തികളൊക്കെ നിശ്ചയിച്ചു. പക്ഷേ 1924 മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഇതിൻ്റെ ഇടയ്ക്ക് ചില തൂണുകൾ, മിഡ് ചാനലുകളുടെ തൂണുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഈ ട്രിബ്യൂണലിൻ്റെ വാദം അംഗീകരിച്ചില്ല. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെയാണ്, ഇത് മുഴുവൻ ഞങ്ങൾക്ക് വേണമെന്നാണ് ഈ 68 ട്രിബ്യൂണൽ വിധിയെ എതിർത്തുകൊണ്ട് പാകിസ്ഥാൻ പറഞ്ഞു. പക്ഷേ നമ്മളും പറഞ്ഞു, ശരി, നിങ്ങൾക്ക് അങ്ങനെയാണ്, ഞങ്ങൾക്ക് അംഗീകരിക്കുന്നില്ല, കാരണം ഇത് മുഴുവൻ ഞങ്ങളുടെയാണ്, അത് ഒരു തരത്തിലും വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 3-ാം കക്ഷിയുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും, പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും 3-ാം കക്ഷി ഉണ്ടാവില്ല എന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയം. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല, റാൻ ഓഫ് കച്ച് ഈ സിർക്ക് ക്രീക്ക് ഉൾപ്പെടെ ഞങ്ങൾക്ക് വേണമെന്നുള്ള അവരുടെ വാദം കൂടി പ്രബലമാക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഹരോമി നാല, ബോഡോ ദോറോ എന്ന് പറഞ്ഞ 2 കനാലുകൾ ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ സിർക്ക് ക്രീക്കിലേക്ക് പാകിസ്ഥാനിൽ സിന്ധിൽ നിന്ന് ആരംഭിച്ച് തുറന്നിട്ടുണ്ട്. അതിലൂടെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള മലിനജലം, സീവേജ് വാട്ടർ എല്ലാം കൊണ്ടുവന്ന് സിർക്ക് ക്രീക്കിലേക്ക് തള്ളുകയാണ്. അപ്പം നമുക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ അവനെ അങ്ങ് പാഴാക്കുക, നശിപ്പിക്കുക എന്നുള്ള ശ്രമത്തോട് നടത്തുന്നുണ്ട്. അതിനകത്ത് ഈ ബോണ്ടോ ദോറോ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ കനാൽ നിർമ്മാണത്തിന് പാകിസ്ഥാനെ സഹായിച്ചത് ചൈനയാണ്. അപ്പോൾ ചൈനയുടെ ചില താല്പര്യങ്ങളും കൂടെ ഈ സിർക്ക് ക്രീക്കിൽ വന്നു ചേരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മാറുന്ന ഒരു ജിയോ പൊളിറ്റിക്സിൽ ചൈന പാകിസ്ഥാനെ ഏതാണ്ട് കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ സാന്നിധ്യം നോക്കണ്ട. പക്ഷെ നമ്മളവിടെ വലിയ തോതിലുള്ള സൈനിക സന്നാഹം ഇപ്പോൾ തന്നെ ഇന്ത്യക്കുണ്ട്. അത് നമുക്ക് ഫ്ലോട്ടിംഗ് ബോർഡർ പോസ്റ്റുകളുണ്ട്. അതായത് കരയിലല്ലാതെ പോസ്റ്റുകൾ നമ്മൾ സിർക്ക് ക്രീക്കിൽ പൊങ്ങിക്കിടക്കുന്ന പോസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആംഫീബിയസ്, അതായത് കരയിലും വെള്ളത്തിലും ചതുപ്പിലും ഒരേപോലെ ഓടുന്ന സൈനിക വാഹനങ്ങൾ. പിന്നെ അതിനുവേണ്ടി ക്രീക്കിന് വേണ്ടിയിട്ട് മാത്രം, ക്രീക്കിനെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു കമാൻഡോ ഫോഴ്സ് ഉണ്ട്. ക്രൊക്കഡൈൽ എന്നാണ് പേര്, മുതലകൾ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കമാൻഡോ ഫോഴ്സ് നമ്മുടെ ഇന്ത്യൻ ആർമിക്കുണ്ട്. അതുകൂടാതെ ക്രീക്കിൻ്റെ ഏതാണ്ട് മിഡിൽ പോർഷൻ വരെ എല്ലാ ദിവസവും BSFൻ്റെ പട്രോളിംഗ് ഉണ്ട്. ആ ക്രീക്കിൻ്റെ തീരം സംരക്ഷിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. അത് കടലിൽ ചെന്ന് ചേരുന്ന ഭാഗത്ത് ഇന്ത്യൻ നേവി ഉണ്ട്. അങ്ങനെ നമ്മുടെ ആർമി, നേവി, BSF, കോസ്റ്റ് ഗാർഡ് തുടങ്ങി 4 സേനകളും ഒരേപോലെ പരിപാലിക്കുന്ന ഒരു മേഖലയാണ് സിർക്ക് ക്രീക്ക്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ അതിനപ്പുറത്തേക്ക് കടലിലേക്കുള്ള നമ്മുടെ നേവിയുടെ സജീവ സാന്നിധ്യം കൂടെ വരുമ്പോൾ ക്രീക്കിൻ്റെ സംരക്ഷണം അതീവ ജാഗ്രതയോടെ നമ്മൾ പരിപാലിച്ചു വരികയാണ്. പക്ഷേ നമ്മൾ ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ പലതവണ ഇങ്ങനെ ടെൻഷൻസ് ഉണ്ടാക്കുകയും തർക്കങ്ങൾ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ ഈ പട്രോളിംഗ് അടക്കമുള്ള കാര്യത്തിൽ അത് നമ്മുടെ ഈ മത്സ്യബന്ധന തൊഴിലാളികൾ നേരെ അപ്പുറത്തേക്ക് പോകും, അവരുടെ ആളുകൾ ഇപ്പുറത്തേക്കും വരും. നമ്മൾ വന്ന് എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങോട്ട് വരുന്നവരെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ പിന്നെ കൊണ്ടുവന്നിട്ട്
ആ ബോട്ടുകൾ കൊടുക്കത്തില്ല, അവരും കൊടുക്കത്തില്ല, വിട്ടുതരില്ല. അങ്ങനെ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ തടവിലാക്കിയിട്ട് പിന്നെ നമ്മൾ പിന്നെ ഇവരെ വിടുന്നത് ഒരുപാട് വളഞ്ഞു കുറ്റി പഞ്ചാബിലെ വാഗാ ബോർഡർ വഴിയാണ് തിരിച്ചൊക്കെ വിടുന്നത്. കുറേ കാലം ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അതിർത്തി ലംഘിക്കപ്പെടുന്നു, മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ 97 മുതൽ 2012 വരെ 12 റൗണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് സിർ ക്രീക്കുമായി ബന്ധപ്പെട്ട്. 2012 ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷം സിർ ക്രീക്കുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കുമില്ല എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 11 വർഷത്തിനിടയ്ക്ക്, ഇപ്പോൾ 2012 മുതലുള്ള കൂട്ടുകയാണെങ്കിൽ കഴിഞ്ഞ 13 വർഷത്തിനിടയ്ക്ക് സിർ ക്രീക്കുമായി ഇനിമേലിൽ ഒരു ചർച്ചയുമില്ല എന്ന നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ ഉറപ്പിച്ചിട്ടാണ് പറയുന്നത്, സിർ ക്രീക്കിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കിയാൽ ചർച്ചയൊന്നുമില്ല, നമ്മൾ സൈനികമായി നേരിടും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാകിസ്ഥാൻ വെറുതെ ഇരിക്കുകയല്ല. പാകിസ്ഥാൻ അതിൻ്റെ ഓരോരോ മേഖലകളിൽ പുതിയ പുതിയ സംഘർഷ മേഖലകൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ സിർ ക്രീക്കിൻ്റെ ായി ബന്ധപ്പെട്ട ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. POKയിൽ വലിയ സംഘർഷം നടക്കുകയാണ്. അവിടുത്തെ വീഡിയോസ് കണ്ടറിയാം. പ്രജിത്ത കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിത് കാണുന്നുണ്ട്. ഒരു വീഡിയോ ഞാൻ എൻ്റെ FBയിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു, മറ്റൊരെണ്ണം ഞാനിന്ന് ഇടുന്നുണ്ട്. അതായത് POKയിൽ പാകിസ്ഥാൻ പട്ടാളക്കാരെ ജനങ്ങൾ പിടിച്ചു കെട്ടി തല്ലി അവശരാക്കിയിട്ടിരിക്കുന്ന ഒരുപാട് പേര് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന വീഡിയോസ് ഉണ്ട്. ഇന്നിപ്പോൾ കണ്ടൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളക്കാരുടെയിൽ നിന്നും പോലീസുകാരുടെ നിന്നും പിടിച്ചെടുത്ത ഹെൽമറ്റ്, ഷീൽഡുകൾ, ഫൈബറിൻ്റെ ഷീൽഡ്, പോലീസ് നൽകിയ ഷീൽഡുകൾ, അവരുടെ ഹെൽമറ്റ്, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഒരെണ്ണം 10 രൂപ വിലയ്ക്ക് ഒരുപാടെണ്ണം നിരത്തി വെച്ചിരിക്കുക. അതിഭീകരമായ ആക്രമണം ജനങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ടപ്പോൾ, പാകിസ്ഥാൻ സൈന്യം അഴിച്ചുവിട്ടപ്പോൾ POKയിലെ ജനങ്ങൾ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് സൈന്യത്തെ നേരിടുന്ന തരത്തിലുള്ള ഒരു വലിയ സംഘർഷം ഇപ്പം അവിടെ ഉണ്ട്. അതുകൂടാതെ ഈ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ, പക്തൂൺഖ മേഖലയിൽ, ഖൈബർ പക്തൂൺഖ മേഖലയിലേക്ക് വലിയ സംഘർഷം. സ്വന്തം ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുന്ന സ്ഥിതി, അവർ തിരിച്ചടിക്കുന്നു. കത്വയിൽ വീണ്ടും ആക്രമണം, ബലൂചിസ്ഥാനിൽ BLA നടത്തുന്ന ആക്രമണം. ഇങ്ങനെ വലിയ സംഘർഷഭരിതമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായി മറ്റു ചില ഇഷ്യൂസ് കൂടെ ഉണ്ടാക്കിയിട്ട്, കാരണം നോക്കൂ, രാജ്യം അപകടത്തിലാണ്, നമ്മളിപ്പോൾ മറ്റെല്ലാം നിർത്തിവെക്കണം എന്ന് പറയുന്ന ഒരു സമീപനത്തിന് വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുകയാണോ എന്നുള്ള സംശയം കൂടെ വരുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാൻ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ മറുപടി കൊടുത്തു, ഇത് ലാഹോറിൽ വന്ന് ഈ കളി തീരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സിർ ക്രീക്കിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ഒരു വിവരണം നമ്മൾ കൊടുത്തു എന്ന് കരുതുന്നു. പിന്നെ സിർ ക്രീക്ക് ഒരു വലിയ ഇഷ്യൂ ആക്കി വളർത്തിക്കൊണ്ടുവരാൻ പാകിസ്ഥാൻ ശ്രമിക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവനയ്ക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടാവും. ആ മറുപടിക്ക് ശേഷം അറിയാം ഈ ടെൻഷൻ എങ്ങനെ എസ്കലേറ്റ് ചെയ്യും എന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.